വെൽക്കം ടു ഹെവൻലി വേ. ഹെവൻലി വേ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം. ഹെവൻലി വേ എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ CSI സഭ കലണ്ടർ അനുസരിച്ചുള്ള ആരാധന ചിന്താവിഷയങ്ങളെക്കുറിച്ചുള്ള വീഡിയോകൾ, ബൈബിൾ ക്ലാസ്സുകൾ, ലെക്ചേഴ്സ്, ക്രിസ്തീയ ഗാനങ്ങൾ എന്നിവ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഏവരെയും ഒരിക്കൽ കൂടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ എന്നെ തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തട്ടെ. ഞാൻ ആൽവിൻ റോസ് എം വിൽസൺ, CSI കൊല്ലം കൊട്ടാരക്കര മഹായിടവകയിലെ ഒരു വൈദികനാണ്. ഇപ്പോൾ ഇമ്മാനുവൽ CSI ചർച്ച് മയ്യനാട് ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്നു. ഇത് ഹെവൻലി വേയുടെ ആദ്യത്തെ വീഡിയോയാണ്. ഈ വീഡിയോയിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത് 2024 ജൂൺ 23 ഞായർ ദിനത്തിലെ CSI സഭാ കലണ്ടർ അനുസരിച്ചുള്ള ചിന്താവിഷയമായ ശിഷ്യത്വത്തിൻ്റെ വില അഥവാ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് എന്ന വിഷയത്തെക്കുറിച്ച് ചില ചിന്തകൾ പങ്കുവയ്ക്കുവാനാണ്. ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളെ ഏവരെയും ഇതിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശിഷ്യത്വത്തിൻ്റെ വില അഥവാ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. വേദഭാഗങ്ങൾ: ദാനിയേൽ 6 അധ്യായം 11 മുതൽ 23 വരെ, 34 സങ്കീർത്തനം, 2 കൊരിന്ത്യർ 6 അധ്യായം 1 മുതൽ 10 വരെ, വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10 അധ്യായം 35 മുതൽ 45 വരെ. ശിഷ്യത്വം, ശിഷ്യൻ എന്നീ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് യേശുവിൻ്റെ 12 ശിഷ്യന്മാരെ കുറിച്ചായിരിക്കാം. യേശുവും 12 ശിഷ്യന്മാരും ഒത്തുള്ള ഈ ഭൂമിയിലെ ജീവിതത്തെക്കുറിച്ചായിരിക്കാം. ആ ശിഷ്യന്മാരുടെ സുവിശേഷ പ്രവർത്തനങ്ങളെക്കുറിച്ചായിരിക്കാം. എന്നിരുന്നാലും എന്താണ് ശിഷ്യത്വം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? ശിഷ്യത്വം എന്ന വാക്കിൻ്റെ നിർവചനം നാം നോക്കുമ്പോൾ, ശിഷ്യൻ അഥവാ ഡിസൈപ്പിൾ എന്ന വാക്കിൻ്റെ ഗ്രീക്ക് പദം മത്തീറ്റീസ് എന്നാണ്. ഈ വാക്കിൻ്റെ അർത്ഥം വിദ്യാർത്ഥി, പഠിതാവ് എന്നിങ്ങനെയാണ്. പുരാതന കാലത്ത് വിദ്യാർത്ഥികൾ ഗുരുക്കന്മാരോട് കൂടെ ജീവിക്കുകയും ഗുരുക്കന്മാരുടെ വാക്കുകളിലൂടെയും ജീവിതത്തിലൂടെയും അവരിൽ നിന്ന് പഠിക്കുകയും ചെയ്തിരുന്നു. വേദപുസ്തകം നാം പരിശോധിക്കുമ്പോൾ ഇന്ത്യയിലെ ഗുരുക്കന്മാരെ പോലെ തന്നെ പണ്ട് എബ്രായ ശാസ്ത്രിമാർക്കും യവന തത്വജ്ഞാനികൾക്കും ശിഷ്യന്മാർ ഉണ്ടായിരുന്നതായി മനസ്സിലാക്കാം. ഇവർ തങ്ങളുടെ ഗുരുക്കന്മാരെ സേവിച്ചു. അവർ പഠിപ്പിക്കുന്നത് പഠിച്ചുകൊണ്ട് പിൽക്കാലത്ത് അവ മറ്റുള്ളവർക്ക് ഉപദേശിക്കും. ഈ ശിഷ്യന്മാരിൽ ചിലർ അവരുടെ ഗുരുക്കന്മാർ പോകുന്നിടത്തെല്ലാം അവരെ അനുഗമിക്കുക പതിവാണ്. ഒരു വിശ്വാസിയും ഒരു ശിഷ്യനും തമ്മിൽ വ്യത്യാസമുണ്ടോ? തീർച്ചയായും ഒരു വിശ്വാസിയും ശിഷ്യനും തമ്മിൽ വ്യത്യാസമുണ്ട്. യോഹന്നാൻ 8:31 യേശു തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് പറയുന്നു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. ഒരു ശിഷ്യൻ തൻ്റെ ആത്മീയ ജീവിതം ആരംഭിക്കുന്നത് ഒരു വിശ്വാസിയായി തീരുന്നതിലൂടെയാണ്. എന്നാൽ ഈ വിശ്വാസി ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകളിലും അവൻ്റെ വചനത്തിലും നിലനിൽക്കുമ്പോഴാണ് അവൻ യഥാർത്ഥമായി ഒരു ശിഷ്യനായി തീരുന്നത്. ശിഷ്യനും വിശ്വാസിയും തമ്മിൽ വ്യത്യാസമുള്ളതുപോലെ തന്നെ ശിഷ്യനും അപ്പോസ്തലനും തമ്മിൽ വ്യത്യാസം ഉണ്ട്. ശിഷ്യനും അപ്പോസ്തലനും ആരാണ്? ആരാണ് ശിഷ്യൻ? ആരാണ് അപ്പോസ്തലൻ? യേശുവിൻ്റെ ശിഷ്യന്മാരിൽ 2 തരക്കാർ ഉണ്ടായിരുന്നു. സാധാരണ ശിഷ്യന്മാരും 12 അപ്പോസ്തലന്മാരായ ശിഷ്യന്മാരും. സാധാരണ ശിഷ്യന്മാർ യേശുവിനെ മശിഹ എന്ന് വിശ്വസിച്ചവർ ആയിരുന്നു. ഇവരെല്ലാവരും താൻ്റെ സ്വന്തം സ്ഥലത്ത് താമസിക്കുകയായിരുന്നു പതിവ്. 12 അപ്പോസ്തലന്മാരായ ശിഷ്യന്മാർ തങ്ങളുടെ ഗ്രാമങ്ങളും തൊഴിലുകളും ഉപേക്ഷിച്ചു
യേശു പോയ സ്ഥലത്തെല്ലാം അവനെ അനുഗമിച്ചു. ഇവർ ജനങ്ങൾ യേശുവിന് കൊടുത്ത വഴിപാടുകൾ സ്വീകരിക്കുകയും അവനെ ശുശ്രൂഷിക്കുകയും ചെയ്തു. ഇവരും യേശുവും പരസ്പരം സ്നേഹിക്കുകയാൽ ഇവർ യേശുവിൻ്റെ ശുശ്രൂഷയിൽ ഭാഗഭാക്കുകൾ ആയിരുന്നു. സ്വർഗാരോഹണം ചെയ്ത ശേഷം ഇവർ നാനാപ്രദേശങ്ങളിലും സഞ്ചരിച്ചു, സുവിശേഷം പ്രചരിപ്പിച്ചു. ശിഷ്യന്മാരിൽ നിന്ന് അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തു. ലൂക്കോസ് 6:13. നേരം വെളുത്തപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കെ വിളിച്ചു, അവരിൽ 12 പേരെ തിരഞ്ഞെടുത്തു. അവർക്ക് അപ്പോസ്തലന്മാർ എന്നും പേർ വിളിച്ചു. യേശു ക്രിസ്തുവിൻ്റെ മഹത്തായ കൽപ്പന അഥവാ ദ ഗ്രേറ്റ് കമ്മീഷൻ. വിശുദ്ധ മത്തായി സുവിശേഷം 28:18 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെ യേശു ക്രിസ്തു പറയുന്നത്, നിങ്ങൾ പോയി സകല ജാതികളെയും ശിഷ്യരാക്കുവിൻ എന്നാണ്. എല്ലാവരെയും മതപരിവർത്തനം ചെയ്യണമെന്നോ എല്ലാവരെയും വിശ്വാസികൾ ആക്കണമെന്നോ അല്ല യേശു പറയുന്നത്. യേശുക്രിസ്തുവിന് ആവശ്യം വിശ്വാസികളെയാണോ ശിഷ്യന്മാരെയാണോ? മറ്റൊരു വിശ്വാസത്തിൽ നിന്നും ക്രിസ്തു വിശ്വാസത്തിലേക്ക് ഒരാൾ കടന്നു വരുന്നത് കൊണ്ട് മാത്രം ക്രിസ്തു സന്തുഷ്ടനാകുന്നില്ല. ക്രിസ്തുവിൻ്റെ ശിഷ്യരായി തീരുമ്പോഴാണ് ക്രിസ്തു സന്തുഷ്ടനാകുന്നത്. ക്രിസ്തുവിൻ്റെ കാലത്ത് ക്രിസ്തുവിനെ വിശ്വസിച്ച അനേകരുണ്ട്. എന്നാൽ വിശ്വസിച്ച എല്ലാവരും ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായി തീർന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. ക്രിസ്തുവിന് ആവശ്യം ക്രിസ്തു വിശ്വാസികളെയല്ല, ക്രിസ്തു ശിഷ്യരെയാണ്. നൽകപ്പെട്ട വേദഭാഗങ്ങളിൽ നിന്നും ചില ചിന്തകളിലേക്ക് പ്രവേശിക്കാം. 1. ശിഷ്യത്വത്തിൽ അനുസരണക്കേട് ആവശ്യമാണ്. ക്രിസ്തുവിൻ്റെ ശിഷ്യരായി തീരുക എന്ന് പറഞ്ഞാൽ അനുസരണക്കേട് ഉള്ളവരായി മാറുക എന്നും അർത്ഥമാക്കാം. ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ, അവൻ്റെ വചനങ്ങൾ അനുസരിക്കുക ഒരു ശിഷ്യൻ്റെ കടമയാണ്. എന്നാൽ അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായവയോട് അനുസരണക്കേടുള്ളവരായി ജീവിക്കുക എന്നത്. ദാനിയേലിൻ്റെ പുസ്തകം 6:5 നോക്കുമ്പോൾ 2 തരം നിയമങ്ങൾ അവിടെ കാണാൻ കഴിയും. 1. ദൈവത്തിൻ്റെ നിയമം അഥവാ ദൈവത്തിൻ്റെ ന്യായപ്രമാണം. 2. ലോകത്തിൻ്റെ നിയമം. ദാനിയേലിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നിയമവും താൻ ആയിരിക്കുന്ന ലോകത്തിൻ്റെ നിയമവും തമ്മിലുള്ള സംഘർഷം ഉണ്ടാകുന്നു. ദൈവത്തിൻ്റെ ന്യായപ്രമാണം, ദൈവത്തിൻ്റെ നിയമം അനുസരിക്കണമെങ്കിൽ ദാനിയേലിന് ഈ ലോകത്തിൻ്റെ നിയമത്തോട്, ദാര്യാവേശ് രാജാവ് പുറപ്പെടുവിച്ച കൽപ്പനയോട്, നിയമത്തോട് അനുസരണക്കേട് കാണിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ദാനിയേൽ ദൈവത്തെ അനുസരിക്കുകയും ലോകത്തിൻ്റെ നിയമത്തെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നു. അവൻ്റെ ജീവനെ തന്നെ ബാധിക്കുന്ന അപകടകരമായ ഒരു തീരുമാനമാണ് ദാനിയേൽ സ്വീകരിക്കുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 12:2 വായിക്കുമ്പോൾ, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇനതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണമെന്നുള്ള വാക്യം നമ്മെ പഠിപ്പിക്കുന്നതും ഇപ്രകാരം തന്നെയാണ്. ദാനിയേൽ താൻ ആയിരുന്ന ലോകത്തിന് അനുരൂപനായില്ല. ദൈവത്തിൻ്റെ ഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് തീരുമാനം എടുക്കുകയാണ് ചെയ്തത്. ഫറവോൻ്റെ കൽപ്പന അനുസരിക്കാതെ എബ്രായ ആൺകുഞ്ഞുങ്ങളെ രക്ഷിച്ച എബ്രായ സൂതികർമ്മിണികൾ ലോകത്തിൻ്റെ നിയമത്തെ അനുസരിക്കാതെ ദൈവത്തിൻ്റെ നിയമത്തെ അനുസരിക്കുന്നതിന് മറ്റൊരു ഉദാഹരണമാണ്. പുറപ്പാട് പുസ്തകം 1:15 മുതൽ 22 വരെ. ഇന്ന് ക്രൈസ്തവ സഭകൾ പൂർണ്ണമായും ദൈവിക നിയമങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ടാണോ നിലനിൽക്കുന്നത്? പലപ്പോഴും ദൈവിക നിയമങ്ങളെക്കാൾ ലോകത്തിൻ്റെ നിയമങ്ങൾക്ക് കീഴ്പ്പെടുകയല്ലേ? വിശ്വാസ സമൂഹമായ നാം തന്നെ ലോകത്തിൻ്റെ നിയമത്തിന് അനുസൃതമായി സഭ പ്രവർത്തിക്കുവാനുള്ള അവസരം അറിയാതെ നൽകുന്നില്ലേ? ലോകത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ ലോകത്തോടും എല്ലാ ലോക ഭരണ സംവിധാനങ്ങളോടും ക്രിസ്തു ശിഷ്യർ നിഷേധാത്മക നിലപാട് സ്വീകരിക്കണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. മനുഷ്യത്വരഹിതമായ ദൈവിക ഹിതത്തിനും കൽപ്പനകൾക്കും വിരുദ്ധമായ ലോക നിയമങ്ങളോട് എതിർത്ത് നിൽക്കുവാനും അനുസരണക്കേട് കാണിക്കുവാനും കഴിയണം.
2. ശിഷ്യത്വം അഭിനയമല്ല, അനുകരണവുമല്ല. ദാര്യാവേശ് രാജാവിനെ ആരാധിക്കണമെന്ന രാജകൽപ്പന ദാനിയേൽ ഒഴികെ മറ്റെല്ലാവരും അനുസരിക്കുന്നു. മറ്റെല്ലാവരും രാജാവിനോട് ഭക്തി ഉണ്ടായിട്ടല്ല, മറിച്ച് രാജകൽപ്പനയുടെ ശിക്ഷയെ ഭയന്നിട്ടാണ് അപ്രകാരം ചെയ്യുന്നത്. ഭക്തിയുടെ അഭിനയം മാത്രമാണ് ബഹുഭൂരിപക്ഷം പേരും പിന്തുടരുന്നത്. എന്നാൽ തൻ്റെ മനസ്സിന് ആത്മാർത്ഥതയോടെ അംഗീകരിക്കാൻ കഴിയാത്ത ഭക്തി പ്രകടിപ്പിക്കാൻ ദാനിയേൽ തയ്യാറായില്ല. സത്യസന്ധമായ ദൈവിക നിലപാടുകളിൽ ദാനിയേൽ ഉറച്ചു നിന്നു. ദൈവത്തെ ആരാധിക്കുന്നത് അഭിനയിച്ചുകൊണ്ട് ആകരുത്, മറ്റുള്ളവരെ അനുകരിച്ചുകൊണ്ടും ആകരുത്. യഥാർത്ഥ ക്രിസ്തു ശിഷ്യർക്ക് ഇവ യോജിച്ചതല്ല. ഇന്നത്തെ ആത്മീയ ലോകത്തിൽ ആത്മാർത്ഥമായ ആത്മീയതയ്ക്കും സത്യസന്ധതയ്ക്കും ചെവി കൊടുക്കാതെ അനുകരണത്തിൻ്റെയും അഭിനയത്തിൻ്റെയും പിന്നാലെ പായുന്നവരെ ദൗർഭാഗ്യവശാൽ നാം കാണുന്നുണ്ട്. യഥാർത്ഥ ആത്മീയത ഉൾക്കൊള്ളാതെ, പൂർണ്ണമായി ക്രിസ്തുവിനെ ഹൃദയത്തിൽ ഉൾക്കൊള്ളാതെ, അനുകരണത്തിലൂടെയും അഭിനയത്തിലൂടെയും ക്രിസ്തു ശിഷ്യരായി തീരുവാൻ കഴിയുകയില്ല. ശിഷ്യത്വം അസ്വസ്ഥത സ്വീകരിക്കുന്നതാണ്. ശിഷ്യത്വത്തിൽ അസ്വസ്ഥതയുടെ അനുഭവങ്ങളുണ്ട്. ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവൻ്റെ വചനത്തിൽ ജീവിക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് ഒരു പ്രയാസവും കൂടാതെ ജീവിക്കാൻ കഴിയും എന്ന് ചിന്തിക്കരുത്. ഇന്നത്തെ പുതിയ നിയമ ലേഖന ഭാഗത്തിൽ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം വളരെ പ്രാധാന്യമർഹിക്കുന്നു. അവിടെ പൗലോസ് അനുഭവിച്ച കഷ്ടതകളെക്കുറിച്ച് പരാമർശിക്കുന്നു. പൗലോസ് തൻ്റെ അനുഭവങ്ങൾ വിവരിക്കുന്നതിലൂടെ പറയുവാൻ ശ്രമിക്കുന്നത് ക്രിസ്തു ശിഷ്യർ നിശ്ചയമായും പ്രയാസങ്ങളിലൂടെയും കഷ്ടതകളിലൂടെയും കടന്നു പോകേണ്ടതായിട്ടുണ്ട് എന്നാണ്. കഷ്ടതകളെയും പ്രയാസങ്ങളെയും മഹത്വവൽക്കരിക്കുകയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും പ്രയാസവും കഷ്ടതയും നല്ല കാര്യമല്ല. കർത്താവ് വന്നത് കഷ്ടതയും പ്രയാസവും നീക്കുന്നതിന് വേണ്ടിയാണ്. സമൃദ്ധിയായി ഏവർക്കും ജീവൻ ഉണ്ടാകേണ്ടതിന് വേണ്ടിയാണ് അവൻ വന്നത്. കഷ്ടത, പ്രയാസം ദൈവം കൊണ്ടുവരുന്നതല്ല. എപ്പോഴും പുകഴ്ത്തിക്കൊണ്ട് മഹത്വവൽക്കരിച്ചു കൊണ്ടിരിക്കേണ്ട ഒന്നല്ല കഷ്ടത. ഒരു പക്ഷേ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചും ക്രിസ്തീയ ശുശ്രൂഷയെക്കുറിച്ചുമൊക്കെ നാം നിരന്തരമായി കേൾക്കുന്നത് എപ്പോഴും കഷ്ടത, പ്രയാസം എന്ന് മാത്രമായിരിക്കും. എന്നാൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരാകുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് അതല്ല. നീതിക്ക് വേണ്ടിയും ദൈവിക കൽപ്പനകൾക്ക് വേണ്ടിയും ദൈവഹിതത്തിന് വേണ്ടിയും കഷ്ടത സ്വീകരിക്കുക എന്ന അർത്ഥമാണ് ഉദ്ദേശിക്കുന്നത്. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ എന്ന് ഭാഗ്യവചനങ്ങളിൽ നാം വായിക്കുന്നുവല്ലോ. 4-ാമതായി, ശിഷ്യത്വം മുൻഗണനകളെ കണ്ടെത്തുന്നതാണ്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 35 മുതലുള്ള വചനങ്ങളിൽ നാം ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായ സെബദി മക്കൾ യാക്കോബിനെയും യോഹന്നാനെയും കാണുന്നു. അവർ യേശുവിൻ്റെ അടുക്കൽ വന്ന് അവനോട് ഒരു ഉപകാരം ചെയ്തു തരുവാൻ ചോദിക്കുന്നു. എന്നാൽ ഈ സംഭവത്തിന് ശേഷം കാണുന്ന വേദഭാഗത്തിൽ 46 മുതലുള്ള വാക്യങ്ങളിൽ തിമായിയുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരനെ യേശു കണ്ടുമുട്ടുന്നതായി നാം വായിക്കുന്നു. ഈ 2 ഭാഗങ്ങളിലും യേശുവിൻ്റെ ഒരു പൊതുവായ ചോദ്യം നമുക്ക് കാണാൻ കഴിയും. എന്ത് ചെയ്തു തരുവാൻ ആഗ്രഹിക്കുന്നു, ഇച്ഛിക്കുന്നു? മർക്കോസ് 10:36-51 വാക്യങ്ങൾ. യേശുവിൻ്റെ ഈ ചോദ്യത്തിനുള്ള 2 മറുപടികൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും മറുപടി ഇപ്രകാരമാണ്: ക്രിസ്തുവിൻ്റെ മഹത്വത്തിൽ തങ്ങളിൽ ഒരുവനെ വലത്തും ഒരുവനെ ഇടത്തും ഇരിപ്പാനുള്ള വരം. ക്രിസ്തുവിന് ലഭിക്കുന്ന ബഹുമാനവും ആദരവും മഹത്വവും തങ്ങൾക്കും പങ്കുവെച്ച് ലഭിക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. എന്നാൽ ബർത്തിമായി പറയുന്ന മറുപടി എനിക്ക് കാഴ്ച പ്രാപിക്കണം എന്നാണ്. യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും ആഗ്രഹം മറ്റുള്ളവർ തങ്ങളെ എങ്ങനെ കാണണമെന്നും, എന്നാൽ ബർത്തിമായി പറയുന്നത് എനിക്ക് കാണണം എന്നുമാണ്. ഇവിടെ പ്രസക്തമായ ചോദ്യം നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ കാണപ്പെടുവാൻ ആഗ്രഹിക്കുന്നവരാണോ, അല്ലെങ്കിൽ കാണുവാൻ ആഗ്രഹിക്കുന്നവരാണോ? പലപ്പോഴും മറ്റുള്ളവർ തങ്ങളെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷവും. എന്നാൽ മറ്റുള്ളവരെ കാണുവാൻ ആഗ്രഹിക്കുന്നവർ കുറവാണ്.
ക്രിസ്തു ശിഷ്യരായി തീരുവാൻ നാം ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ മുൻഗണന ഇതിൽ ഏതാണ്? നാം പ്രാർത്ഥിക്കുമ്പോൾ, ഉപവാസം ചെയ്യുമ്പോൾ, ദൈവനാമത്തിൽ കൊടുക്കുമ്പോൾ മറ്റുള്ളവർ നമ്മളെ മറ്റുള്ളവരെ കാണണമെന്നാണോ നാം ആഗ്രഹിക്കുന്നത്? വിശുദ്ധ മത്തായി സുവിശേഷം 6-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങളിൽ നാം നോക്കുമ്പോൾ, ഭിക്ഷ കൊടുക്കുമ്പോൾ കാഹളം ഊതരുതെന്നും വലങ്കൈ ചെയ്യുന്നത് ഇടങ്കൈ അറിയരുതെന്നും കപടഭക്തിക്കാരെ പോലെ പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടരുതെന്നും വൃഥാ ജൽപ്പനം ചെയ്യരുതെന്നും കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തുവിൽ പ്രിയരെ, കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് അഥവാ ശിഷ്യത്വത്തിൻ്റെ വില എന്ന വിഷയത്തെക്കുറിച്ച് ധ്യാനിപ്പാനായി സഹായകമായ ചില ചിന്തകൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് ഈ വീഡിയോയിലൂടെ പങ്കുവച്ചത്. ഈ വിഷയത്തെ കൂടുതൽ ആഴമായി ധ്യാനിക്കുവാൻ ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും ഹെവൻലി വേ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഈ വീഡിയോ ഷെയർ ചെയ്യുവാനും മറക്കരുതേ. ഏറ്റവും സ്നേഹത്തോടെ ആൽബിൻ അച്ഛൻ.